കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ദയ വർണ്ണിക്കാനായിട്ട് ഒരു രാവിലെ കൂടി ദൈവം നമുക്ക് നൽകിയല്ലോ. ഇനി രാത്രിയിലെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഈ പ്രഭാതം കാണുവാൻ നമ്മെ സഹായിച്ചത്. ഇന്നത്തെ പകലിൻ്റെ ഓരോ നിമിഷങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. 31-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. അതെ, ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക കരുതൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. അതിനായി ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി സംഖ്യാപുസ്തകം 13-ാം അധ്യായം 33-ാം വാക്യം വായിക്കട്ടെ. ജനം ഒക്കെയും അധികായന്മാർ, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യമല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. വാഗ്ദത്ത ദേശം ഉറ്റുനോക്കാൻ വേണ്ടി ഗോത്രങ്ങളിൽ നിന്ന് പ്രഭുക്കന്മാരെ തെരഞ്ഞെടുത്ത് ദേശം ഉറ്റുനോക്കേണ്ടതിനായിട്ട് പറഞ്ഞയച്ചു. ഇവിടെ പോയി എന്താണ് നിങ്ങൾ കണ്ടതെന്ന് വന്ന് മോശയോടും കൂട്ടരോടും അറിയിക്കണം എന്നുള്ള വാക്കുകൾ കേട്ടാണ് അവർ പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടർ കണ്ടത് ജനം അധികായന്മാരാണ്, ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടുക്കിളികളാണ്. എന്നാൽ കാലേബും യോശുവയും ഇങ്ങനെയാണ് പറഞ്ഞത്: യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പൊയ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. ഭൂരിഭാഗം ആളുകൾ അവിടെയുള്ള ജനത്തെയും മല്ലന്മാരെയും കണ്ടിട്ട് ഭയന്ന് മറുപടി പറഞ്ഞപ്പോൾ ന്യൂനപക്ഷമായ 2 പേർ, കാലേബും യോശുവയും, അവർ മല്ലന്മാരുടെ വലിപ്പത്തെ അല്ല കണ്ടത്, അധികായന്മാരെ അല്ല കണ്ടത്. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നോക്കി. യഹോവയുടെ ശക്തിയെയും വലിപ്പത്തെയും വല്ലഭത്വത്തെയും അവർക്ക് നല്ല ഉറപ്പോടെ അറിയാമായിരുന്നു. ഇന്നും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിലും 5 പേരുണ്ടെങ്കിലും 3 പേരുണ്ടെങ്കിലും എല്ലാ എണ്ണങ്ങൾ എത്ര വിഭിന്നമാണെങ്കിലും എല്ലാവരും ഒരേ കാര്യത്തെ സമീപിക്കുന്നതും അഭിപ്രായം പറയുന്നതും പഠിക്കുന്നതുമൊന്നും ഒരുപോലെ ആയിരിക്കില്ല. ഏതാണ് ശരി എന്നറിയാൻ എന്തു ചെയ്യും? ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലോ. ഞാൻ പറഞ്ഞതാണ് ശരിയെന്നൊരാൾ പറയുമ്പോൾ അവരതിനെ സമർത്ഥിക്കാനുള്ള വഴിയും കണ്ടെത്തും. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് മറ്റേയാൾ പറയുമ്പോൾ അവരുടെ പക്കലും എന്തെങ്കിലും വഴികളുണ്ടാവും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ബുദ്ധിയോ സ്വന്തം കഴിവോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയും വല്ലഭത്വമാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. അവർ അഭിപ്രായം പറയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് നോക്കിയിട്ട് മാത്രമേ അഭിപ്രായം പറയൂ. അങ്ങനെ പറയുന്ന അഭിപ്രായങ്ങൾക്കൊന്നും ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് മാത്രമല്ല, ആരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകേണ്ടിയും വരില്ല. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും ഇപ്പോ ഉള്ള നമ്മളെ പോലെയൊക്കെ തന്നെയാണ്. വലിയ പുരുഷാരം കൂടെ ഇരുന്നപ്പോൾ അവർ 3 നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ട സമയം വന്നപ്പോൾ അവർക്ക് ആഹാരം കൊടുക്കണമെന്ന കർത്താവിൻ്റെ ആഗ്രഹവും തീരുമാനവും ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത്, തികച്ചും അസംഭവ്യമായ കാര്യമാണ് ഗുരു പറയുന്നത്. ഇത് മരുഭൂമിയാണ്. ഒരാൾ പറയുന്നത് കൊടുങ്കാടാണ്. ഇവിടെ ഇത്രയും ജനങ്ങൾക്ക് പോഷിപ്പിക്കത്തക്ക നിലകളിൽ നാം ഇവിടെ നിന്ന് ഭക്ഷണം കൊള്ളും. സംശയങ്ങളൊക്കെ ന്യായമാണ്. എന്നാലും ഒരു കാര്യം അവർക്ക് ഇങ്ങനെ പറയാമായിരുന്നു: ഇത് മരുഭൂമിയാണ്, കൊടുങ്കാടാണ്, ഇവിടെ ഭക്ഷണം കിട്ടാൻ സാധ്യതയൊന്നുമില്ല. എങ്കിലും നീ ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട്, ഗുരു അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമുണ്ട്. ഇന്നലെ പ്രവർത്തിച്ച അത്ഭുതം ഇന്നും പ്രവർത്തിപ്പാൻ നിനക്ക് കഴിയും. 5000 അല്ല, ഇനി ഒരു 5000 കൂടെ വന്നാലും ഒന്നുമില്ലായ്കയിൽ നിന്നും സകലത്തെയും സൃഷ്ടിച്ച അങ്ങേക്ക് ഇവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാനാണോ കഴിയാതെ പോകുന്നത്? നോക്കണേ, നമ്മൾ വിശ്വാസികളെന്ന് പേരെടുത്തവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ മുമ്പിലാണ് പതറിപ്പോകുന്നത്. പടകിൽ യാത്ര ചെയ്തപ്പോൾ തിരമാലകൾ പടകിനെ മുക്കിക്കളയുമെന്ന ധാരണ ഉണ്ടായി. അവരെല്ലാവരും ചേർന്ന്, ശിഷ്യന്മാർ ചേർന്ന് നിലവിളിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നല്ലേ ചോദിച്ചത്? നമ്മളും ഏകദേശം ഇതുപോലൊക്കെ തന്നെയായി. ഇപ്പോഴും കൊല്ലങ്ങൾ എത്രയായി നമ്മളിതൊക്കെ വായിച്ചു പഠിക്കാൻ തുടങ്ങിയിട്ട് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഒന്നെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒറ്റ വിശ്വാസി പോലും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. ഏതെങ്കിലും നിലയിലൊക്കെ ദൈവം ഓരോരുത്തർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും എന്തേ നമ്മുടെ മേൽ ഈ അവിശ്വാസം, നമ്മുടെ വാക്കുകളിൽ ഈ അവിശ്വാസം, നമ്മുടെ ചിന്തകളിൽ ഈ ഇരുമനസ്സിൻ്റെ അവസ്ഥ? ഇതൊക്കെ എന്നൊന്നു മാറും. കൂട്ടത്തിലുള്ളവരെല്ലാവരും പറയുന്ന അഭിപ്രായം പോലെ നിങ്ങൾ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല.
നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും പറയാവൂ. ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിന് മേൽ നിങ്ങൾ ലജ്ജിക്കുകയില്ല എന്നുള്ളതും നിസ്തർക്കമായ സംഗതിയാണ്. ഇവിടെ നോക്കൂ, ഒറ്റുനോക്കാൻ പോയ ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല, പിന്നല്ലേ അവിടെ വസിക്കാനും കീഴടക്കാനും. ഇല്ലില്ല, നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. അത്രത്തോളം വലിയവരാണവർ, ശക്തന്മാരാണവർ, മല്ലന്മാരാണവർ. എന്നാൽ യോശുവയും കാലേബും പറയുന്നത്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ നമ്മളോട് വാക്ക് പറഞ്ഞ ആ ദേശത്ത് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. പ്രിയരെ, നിങ്ങളോട് ദൈവം പറഞ്ഞ വാക്കുകൾ മാത്രം വിശ്വസിക്കുക. ഊഹാപോഹങ്ങളെ വിശ്വസിക്കരുത്. സാധ്യതകൾ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നോക്കരുത്. ദൈവം പറഞ്ഞത് മാത്രമേ സംഭവിക്കൂ എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് മുന്നേറൂ. നിങ്ങൾ ലജ്ജിക്കേണ്ടി വരില്ല. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വാക്കുകൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.